ഹലോ മോനു, കുറച്ച് ദിവസമായല്ലോ സംസാരിച്ചിട്ട്. ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ സാധനം കാണിക്കാം. ഡാഡി നടക്കാൻ പോയപ്പോൾ താഴെ കിടക്കുന്ന കണ്ട് എടുത്തൊരു സാധനമാണ് ഇത്. ഇതെന്താ ഈ സാധനം? അതെന്താന്ന് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാം. ഫ്രൂട്ട്സ് കഴിച്ചിട്ടില്ലേ? ഫ്രൂട്ട്സ് എവിടെ നിന്നാണ് വരുന്നത്? ഫ്ലവേഴ്സിൽ നിന്നാണ് വരുന്നത് അല്ലേ? ഫ്ലവേഴ്സ് എവിടെയാണ് കാണുന്നത്? പ്ലാന്റ്സിലാണ് കാണുന്നത് അല്ലേ? കറക്റ്റ്. മോന് ഏതൊക്കെ ഫ്രൂട്ട്സ് അറിയാം? ആപ്പിൾ ഒരു ഫ്രൂട്ടാണ്, ഗ്രേപ്സ് ഒരു ഫ്രൂട്ടാണ്, ഓറഞ്ച് ഒരു ഫ്രൂട്ടാണ്, കോക്കനട്ട് ഒരു ഫ്രൂട്ടാണ്, ബനാന ഒരു ഫ്രൂട്ടാണ്. അങ്ങനെ പല പല ഫ്രൂട്ട്സ് മോൻ കഴിച്ചിട്ടുണ്ടല്ലേ? ഈ ഫ്രൂട്ട്സ് എന്തിനു വേണ്ടിയാ ഉണ്ടാക്കിയിരിക്കുന്ന? പ്ലാന്റ്സ് എന്തിനാണ് ഫ്രൂട്ട്സിനെ ഉണ്ടാക്കുന്നത്? നമുക്ക് കഴിക്കാനല്ല. നമ്മളത് കഴിക്കുന്നുണ്ട്. നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കുന്ന ഇഷ്ടമാണ്, ഫ്രൂട്ട്സ് സ്വീറ്റാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ പ്ലാന്റ്സ് ഫ്രൂട്ട്സ് ഉണ്ടാക്കുന്നത് നമുക്ക് കഴിക്കാനായിട്ടല്ല. ആ പ്ലാന്റിൻ്റെ സീഡ്സിനെ മണ്ണിലെവിടെയെങ്കിലുമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് ആ സീഡിൽ നിന്ന് വേറൊരു പ്ലാന്റ് ഉണ്ടായി വരാൻ വേണ്ടിയാണ് പ്ലാന്റ്സ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഫ്രൂട്ട്സിനകത്തെല്ലാം ഓരോ സീഡ്സ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആപ്പിളിനകത്ത് സീഡ്സ് ഇല്ലേ? ഓറഞ്ചിനകത്ത് സീഡ്സ് ഇല്ലേ? ഗ്രേപ്സിനകത്ത് ഇഷ്ടം പോലെ സീഡ്സ് ഇല്ലേ? ഇല്ല, ഒരു സീഡൊക്കെ ഉള്ളല്ലേ ഒരു ഗ്രേപ്പിനകത്ത്. ഓൾമോസ്റ്റ് എല്ലാ ഫ്രൂട്ട്സിലും സീഡ്സ് ഉണ്ട്. ബനാനയ്ക്കകത്ത് സീഡ്സ് ഉണ്ടോ? അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാം. എനിവേ, സാധാരണ ഫ്രൂട്ട്സിനകത്തൊക്കെ സീഡ്സ് ഉണ്ട്. ഫ്രൂട്ട്സിൻ്റെ ഉദ്ദേശം ആ സീഡ്സ്, ഉള്ളിലുള്ള സീഡ്സ് മണ്ണിലെവിടെയെങ്കിലും പോയി വീഴണം, അവിടെ കിടന്ന് പുതിയ പ്ലാന്റ് ആ സീഡ്സിൽ നിന്നുണ്ടാവണം. അതിനുവേണ്ടിയുള്ളൊരു മാർഗമാണ് ഫ്രൂട്ട്സ്. പക്ഷേ എല്ലാ പ്ലാന്റ്സും, ലോകത്തുള്ള എല്ലാ പ്ലാന്റ്സിനും ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഒന്നും ഇല്ല. കുറേ പ്ലാന്റ്സ് ഉണ്ട് ഫ്ലവേഴ്സ് ഇല്ലാത്ത പ്ലാന്റ്സ്. ഫ്ലവേഴ്സ് ഇല്ലാത്ത പ്ലാന്റ്സും ഉണ്ട്. ഫ്ലവേഴ്സ് ഇല്ലെങ്കിൽ എന്താ പറ്റുക? ഫ്രൂട്ട്സ് എന്തായാലും വരത്തില്ല. അപ്പം ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഇല്ലാത്ത പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഇല്ലാത്ത പ്ലാന്റ്സ് അവരുടെ സീഡ്സ് എങ്ങനെയാണ് മണ്ണിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? എങ്ങനെയപ്പോൾ ആ പ്ലാന്റ്സിൻ്റെ വേറെ പുതിയ പ്ലാന്റ്സ് സീഡ്സ് വഴി ഉണ്ടാകുന്നത്? അതിനൊരു എക്സാമ്പിളാണ് ഇത്. ഇതൊരു ഫ്രൂട്ടല്ല, ഇത് കഴിക്കാനൊന്നും പറ്റത്തില്ല. ഇത് ഒരു കോണാണ്. ദിസ് ഈസ് എ കോൺ. ദിസ് കോൺ was produced by a tree called a pine tree. So this is a pine cone. കേട്ടോ? ഈ കോണിനകത്ത്, ഇതിനകത്ത് സീഡ്സ് വരും. അങ്ങനെ ആ പൈൻ ട്രീ ഉണ്ടാക്കുന്നത്. സീഡ്സ് ഉള്ളപ്പോൾ, അകത്ത് സീഡ് ഉള്ളപ്പോൾ ഈ പെറ്റൽസൊക്കെ ഇല്ലേ, ഇതൊക്കെ നല്ല തടിയായിട്ടിരിക്കുന്നത്, കട്ടിക്കിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ അടഞ്ഞിരിക്കും ഇതിനകത്ത് സീഡ്സ് ഉണ്ടെങ്കിൽ. സീഡ്സൊക്കെ ഡെവലപ്പായി ഇനി അത് മണ്ണിൽ അടിയണം എന്ന്
പൈൻ ട്രീ വിചാരിക്കുന്ന സമയത്ത് ഇതൊക്കെ അങ്ങ് തുറക്കും. എന്നിട്ട് കാറ്റ് വരുമ്പോഴത്തിന് ഇതിനകത്തിരിക്കുന്ന സീഡ്സ് എല്ലാം ദൂരെ മണ്ണിൽ പോയി അടിയും. എന്നിട്ട് ഈ കോൺ പറഞ്ഞ് താഴെ വീഴും പൈൻ ട്രീയിൽ നിന്ന്. അപ്പോൾ ബേസിക്കലി പറഞ്ഞു വന്നത്, പൈൻ ട്രീക്ക് ഫ്ലവേഴ്സ് ഇല്ല, പക്ഷേ ഫ്ലവർ പോലെ ഇരിക്കുന്നല്ലേ, ബ്യൂട്ടിഫുൾ ആണല്ലേ, പക്ഷേ ഫ്ലവർ അല്ല ഇത്. പൈൻ ട്രീക്ക് ഫ്ലവർ ഇല്ല, ഫ്രൂട്ട് ഇല്ല, പക്ഷേ സീഡ്സ് ഉണ്ട്. ആ സീഡ്സിനെ ഡിസ്പേഴ്സ് ചെയ്യാനുള്ള പൈൻ ട്രീയുടെ ടെക്നിക്കാണ് കോൺ. ഇതൊരു പൈൻ കോണാണ്. ഈ ക്രിസ്മസ് ട്രീ ഇല്ലേ, ക്രിസ്മസ് ട്രീ സാധാരണ ഫിർ ട്രീ അല്ലെങ്കിൽ സ്പ്രൂസ് ട്രീ അല്ലെങ്കിൽ പൈൻ ട്രീ, ഇതൊക്കെയാണ് സാധാരണ ക്രിസ്മസ് ട്രീകളായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്മസ് ട്രീകൾക്കെല്ലാം ഫ്ലവേഴ്സ് ഇല്ല, ഫ്രൂട്ട്സ് ഇല്ല, ആകെയുള്ളത് കോൺസ് ആണ്. ഈ കോൺസ് വഴിയാണ് അവർ ഈ ട്രീസ് എല്ലാം അവരുടെ സീഡ്സിനെ ഡിസ്പേഴ്സ് ചെയ്യുന്നത്. നല്ല വിൻഡ് വരുമ്പോൾ സീഡ്സ് ഒക്കെ ഡെവലപ്പായി കഴിയുമ്പോഴത്തിന് കോൺ ട്രീസ് ഈ പെറ്റൽസ് എല്ലാം അങ്ങ് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യുമ്പോൾ അകത്തിരിക്കുന്ന സീഡ്സ് എല്ലാം പറന്ന് കാറ്റത്ത് പറന്ന് പോയി മണ്ണിലടിഞ്ഞ് അത് വേറെ പുതിയ കൊച്ചു കൊച്ചു പൈൻ ട്രീസ് ആയിട്ട് വളരും. അപ്പം മോനെ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയോ ബോട്ടണി? ഓക്കെ മോനു, പിന്നെ എപ്പോഴേലും സംസാരിക്കാവേ. ടേക്ക് കെയർ. മിടുക്കനായിട്ടിരിക്കുക, ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കണം കേട്ടോ. മിടുക്കനായിട്ട് പഠിക്കണേ, ഡിസിപ്ലിൻ വേണം, ഡിസിപ്ലിൻ.